ബിഗ് ബോസ് മലയാളം സീസൺ 7 എൻട്രി ചെയ്ത കണ്ടസ്റ്റൻസ് എൻട്രി ചെയ്തതിനകത്ത് ഏറ്റവും അവസാനം കയറിയത് രേണു സുധി അല്ല, അപ്പാനി ശരത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ദീപക് മോഹൻ ഈ 20 കണ്ടസ്റ്റൻസ് കയറിയതിനകത്ത് 19 മത്സരാർത്ഥികളും 20 മെമ്പേഴ്സുമായിട്ടാണ് കയറിയിരിക്കുന്നത്. അതിലൊരാൾ ഒരു കൂട്ടർ കപ്പിളാണ്. അതിനകത്ത് ദീപക് മോഹൻ ഇല്ല. ഇനി വയൽക്കാടി കയറുന്നുണ്ടെങ്കിലേ ഉള്ളൂ. 8ഓളം വയൽക്കാടുകൾ കയറാനുണ്ട്. അപ്പോൾ ആ 8 വയൽക്കാടുകളുടെയും നമ്മൾ മുമ്പേ ഫോട്ടോ റിവീൽ ചെയ്തിട്ടുള്ളതാണ്. അതിലെങ്ങനെയാണ് കയറുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി വരുന്ന ദിവസങ്ങളിൽ. ആദ്യം കയറിയത് അനീഷായിരുന്നു, നമ്മുടെ കോമണറായ അനീഷ്. ഇനിയും 3-4 പേര് കയറാനുണ്ട് കോമണർ. രണ്ടാമത് അനുമോളായിരുന്നു. ഇനി ഞാൻ കയറിയവരുടെ ലിസ്റ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അടുത്തത് ആര്യൻ ഖത്തൂരിയ. അത് കഴിഞ്ഞിട്ട് കയറിയത് കലാഭവൻ സരികയായിരുന്നു. ഈ വീട് നിർമ്മിച്ചവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അത് കഴിഞ്ഞിട്ട് കയറിയത് RJ ബിൻസി ആയിരുന്നു. RJ ബിൻസിയുടെ ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് മുന്നേ ഉള്ള രാവിലെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവരെന്ത് പ്രൊഫഷനാണ് ചെയ്യുന്നതെന്നുള്ളത് അത് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിനി വലിച്ചു നീട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഗായകനായ അക്ബർ ഖാൻ ആയിരുന്നു എൻട്രി ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് നെക്സ്റ്റ് കയറിയത് ഒണിയൽ സാബു ആണ്. ഒണിയൽ സാബുവിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടല്ലോ. പുള്ളിക്കാരന് യൂട്യൂബിനും സോഷ്യൽ മീഡിയയിൽ സജീവം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഫുഡ് ബ്ലോഗറും കൂടിയാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ബിഗ് ബോസിൽ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. അഭിശ്രീ ഇല്ല എന്ന് കുറേ ചാനലിൽ വന്നു, പക്ഷേ ഇല്ല, അഭിശ്രീ ഉണ്ട്. അഭിശ്രീ എൻട്രി ചെയ്തിട്ടുണ്ട്. അഭിശ്രീയുടെ ഡാൻസും കോസ്റ്റ്യൂമും ഒക്കെ ഞാൻ അന്നത്തെ ദിവസം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ്, അഭിശ്രീ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കയറിയത് ബിന്നി സെബാസ്റ്റ്യൻ ആണ്. ബിന്നി സെബാസ്റ്റ്യൻ ഇവരുടെ എല്ലാവരുടെയും ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ അന്ന് ഇട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കില്ലാത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീപക് മോഹനെ കുറിച്ച് ഞാൻ അന്നും കേട്ടിട്ടില്ല, ഇപ്പോഴും കേട്ടിട്ടില്ല, എന്ന് എൻട്രി ചെയ്തിട്ടുമില്ല. അടുത്തത് നമ്മുടെ സരികയായിരുന്നു. പിന്നീട് കയറിയത് ഈ കുട്ടി 19 വയസ്സേ ഉള്ളൂ, രന ഫാത്തിമയാണ്. 19 വയസ്സെന്ന് കേൾക്കുന്നു. പുള്ളിക്കാരത്തി ഒരു യൂട്യൂബറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ബ്യൂട്ടി ബ്ലോഗറാണ്. അത് കഴിഞ്ഞ് കയറിയിരിക്കുന്നത് നെവിനാണ്. നെവിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വ്യക്തമായി ഇട്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കയറിയത് ഷാനവാസ് ഷാനു ആയിരുന്നു. ഇവർ ചെയ്ത സീരിയൽ ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്. ഈ ഷാനവാസിനെയൊക്കെ അറിയാത്തതായിട്ട് ആരും കാണത്തില്ല. അത് കഴിഞ്ഞ് കയറിയത് മുൻഷി രഞ്ജിത്തായിരുന്നു. മുൻഷി രഞ്ജിത്തിനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്തൂടെ മുൻഷിയായിട്ട് വന്ന മത്സരാർത്ഥിയാണ്. അത് കഴിഞ്ഞ് കയറിയത് നൂറ ഫാത്തിമയാണ്. ഇതിനകത്ത് 2 പേരും കൂടി ആണ് മത്സരിക്കുന്നതെങ്കിലും ഒരാളായിട്ടാണ് 2 പേര് മത്സരിക്കുന്നത്. കപ്പിൾസ് ആയതുകൊണ്ട് ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. 20 മെമ്പേഴ്സിൽ 19 പേര് 19 കണ്ടസ്റ്റൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്, കാരണം ഇവർ കപ്പിൾ ആയതുകൊണ്ട്. അതിനുശേഷം കയറിയത് ജിസേൽ തക്രാളാണ്. ഹിന്ദി ബിഗ് ബോസ് സീസൺ 9 വയൽക്കാടായിട്ട് കയറിയ കണ്ടസ്റ്റൻ്റ് ആണ്. ഇനി ഇവിടെ എന്താണ് മലയാളം സംസാരിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കയറിയതാണ് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. പിന്നീട് കയറിയത് രേണു സുധിയാണ്. രേണു സുധിക്ക് ശേഷമാണ് അപ്പാനി ശരത്ത് കയറിയിരിക്കുന്നത്. അപ്പാനി ശരത്ത് കയറി. അപ്പാനി ശരത്തും ഷാനവാസും ഒക്കെയാണ് അവിടെ നടന്ന ടാസ്കിൽ വിജയിച്ചത്. വേറെ ആരൊക്കെയോ ഉണ്ട്, ആരൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ കാത്തിരുന്ന് കാണാം. എന്തായിരുന്നാലും അപ്പാനി ശരത്തൊക്കെ വിജയിച്ച് നമ്മുടെ സ്വർഗം നരകം അങ്ങനെ എന്തോ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഹൗസാണോ അവിടുത്തെ പ്രത്യേകതയാണോ എന്നൊന്നും അറിയില്ല. അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ഫോട്ടോ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അത് നിർമ്മിച്ചവരുടെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്ത് വിട്ടിട്ടുണ്ട്. രൂപാലി, കാഞ്ചൻകുമാർ, ബന്ദ്വാനെയൊക്കെയാണ്. അതൊക്കെ ഡീറ്റെയിൽസായിട്ട് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ ഉടൻ തന്നെ വരുമായിരിക്കും. ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന സമയം 1:30 മണിയാണ്. ഇത് എപ്പോഴാണെന്ന് അറിയത്തില്ല. ഉച്ചയ്ക്ക് 1:30 ഇത് ലോഡായി വന്ന് കഴിയുമ്പോഴത്തേനൊക്കെ ഫോട്ടോ വരും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ലാലേട്ടൻ്റെ ഇത്തവണത്തെ വേഷവിധാനം എന്ന് പറയുന്നത് ജുബ്ബയും ലുങ്കിയുമായിരുന്നു ആദ്യത്തെ എപ്പിസോഡിൽ. രണ്ടാമത്തത് മറ്റൊരു വേഷവുമെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എത്തിയതെന്നും. അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ വേദി പങ്കിടുവാനായിട്ട് നമ്മുടെ ഇസമോൾ എത്തിയിരുന്നു. നമ്മുടെ വൈറൽ താരം 20 വയസ്സാകുമ്പോൾ നമ്മുടെ ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുന്ന ബേബി കുട്ടീനെ എടുത്തു എന്നൊക്കെയുള്ളൊരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും നമുക്ക് കുറച്ച് നേരം കൂടി